Assalamu alaikum, welcome back. ഇന്ന് നമുക്ക് ഒരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കാം. ഇതിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. മാംഗോ എല്ലാം പീൽ ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പുഡിങ്ങിന് വേണ്ടി ഞാൻ 2 മാംഗോ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു മാംഗോ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിനെ മാറ്റി വെക്കാം. രണ്ടാമത്തെ മാംഗോ ഞാൻ മാംഗോ പ്യൂരിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാംഗോ പ്യൂരി ആക്കാം. മാംഗോയിലോട്ട് 1 ടിൻ ഇവാപ്പോറേറ്റഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കപ്പ് നോർമൽ മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഷുഗറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ മാംഗോ മിക്സ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്തതായി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാംഗോൻ്റെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 10 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തതായി വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡ് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാംഗോ മിക്സിൽ ഡിപ്പ് ചെയ്യുക. അത് ഡിപ്പ് ചെയ്തിട്ട് പുഡിങ് ട്രേയിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച മാംഗോ ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറും സെയിം ബ്രെഡ് വെച്ചിട്ട് തന്നെ മാംഗോ മിക്സിൽ മുക്കി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. മുകളിലോട്ടും ആ കട്ട് ചെയ്ത് വെച്ച മാംഗോസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം കംപ്ലീറ്റ് വെച്ച് കൊടുക്കാം. പുഡിങ്ങിൻ്റെ മുകളിലായി നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാംഗോ മിക്സ് ഒന്ന് അവിടെ ഇവിടെ ആക്കി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
പുഡിങ്ങിനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 3 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. 3 hours ഫ്രിഡ്ജിൽ വെച്ച പുഡിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ മാംഗോ ക്രീമി പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻ്റായിട്ട് അറിയിക്കണേ. ഈ പുഡിംഗ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.